വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ശാലിനിയെ ഭക്ഷണം കൊണ്ട് വരുന്നത് കാണുമ്പോൾ സത്യഭാമ അവിടെയുള്ള ഒരു കാറിൻ്റെ മറവിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി അകത്തേക്ക് കയറുമ്പോൾ ആ വെളിയിൽ നിൽക്കുന്ന കോൺസ്റ്റബിളൊക്കെ സല്യൂട്ട് അടിക്കുകയാണ്. അന്നേരം അതൊക്കെ സത്യഭാമ ഇങ്ങനെ നോക്കി ഒളിഞ്ഞ് നിന്ന പോലെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറുമ്പോൾ ആ കോൺസ്റ്റബിളിനോട് ACP ഇല്ലേന്ന് ചോദിക്കുമ്പോൾ സാറ് പുറത്ത് ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ലോക്കപ്പ് തുറക്കാനായിട്ട് പറയുമ്പോൾ ആ കോൺസ്റ്റബിൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം അവകാശവും അധികാരവും ഒക്കെയുള്ള ആൾ തന്നെയാണ് പറയുന്നത്, അങ്ങോട്ട് തുറക്ക് എന്ന് പറയുകയാണ്. തുടർന്ന് അയാൾ ലോക്കപ്പ് തുറക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ലോക്കപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം ആ കോൺസ്റ്റബിൾ അങ്ങ് പോകുന്നുണ്ട്. അന്നേരം പറയുകയാണ്, വിഷ്ണുട്ടാ വേണ്ടാന്ന് പറയരുത്, ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, കഴിച്ചേ മതിയാവും എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട, വിശപ്പില്ല ശാലിനി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വിഷ്ണുട്ട ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ പിടിച്ച് പിന്നെ അവിടെ പുറത്തൊരു ലോക്കപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്, സ്റ്റേഷനകത്ത് തന്നെ ഒരു ബെഞ്ചിലേക്ക് ശാലിനി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ തുറന്നു വയ്ക്കുകയാണ്. അന്നേരം ഈ സത്യഭാമ അകത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സത്യഭാമ. എന്നിട്ട് വിഷ്ണു ഇങ്ങനെ നിൽക്കുക ചെയ്യുന്നുണ്ട്, ഇരിക്കുന്നില്ല. അന്നേരം വിഷ്ണുവായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് കയ്യിൽ പിടിച്ച് വിഷ്ണു ഇരുത്തുന്നുണ്ട്. തുടർന്ന് ഭക്ഷണം ശാലിനി അങ്ങോട്ട് വാരി കൊടുക്കാനുള്ള ശ്രമം തന്നെയാണ്. അന്നേരം ഒരു ജില്ലയുടെ കളക്ടറാണ് വിഷ്ണുവേട്ടന് ഭക്ഷണം വാരി തരുന്നത്, അതുകൊണ്ട് വേണ്ടാന്നൊന്നും പറയില്ല, അങ്ങോട്ട് കഴിച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് ദാന്നും പറഞ്ഞ് വിഷ്ണുവിന് ഭക്ഷണം ശാലിനി തൻ്റെ കൈ കൊണ്ട് അങ്ങോട്ട് വാരി കൊടുക്കുകയാണ്. അന്നേരം വിഷ്ണു വേണ്ട ശാലിനി, എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എന്തിനാണ്, വിഷ്ണുവേട്ടൻ ഇവിടെ നിന്നും പുറത്തിറക്കുമെന്ന് പറയുന്നത് ഈ ശാലിനിയാണ്, പിന്നെ ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ തളരേണ്ട ആവശ്യമൊന്നുമില്ല, വിഷ്ണുവേട്ടൻ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം വിഷ്ണുവിൻ്റെ വായിലേക്ക് നിർബന്ധപൂർവ്വം വെച്ചു കൊടുക്കുമ്പോൾ വിഷ്ണു അത് കഴിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമ തൻ്റെ കയ്യിലിരിക്കുന്ന, ദൂരെയാണ് നിൽക്കുന്നത്, തൻ്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ പാത്രം ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകന് വിശപ്പുണ്ടായിരുന്നു, അവൻ എന്നോട് വിശപ്പില്ല എന്ന് വെറുതെ കള്ളം പറഞ്ഞതാണ്, ഞാനൊരു വലിയ തെറ്റ് തന്നെയാണ്, അതാണ് ആ തെറ്റിനുള്ള മറുപടിയാണ് എൻ്റെ മകൻ തിരിച്ചു തന്ന ഈ ഭക്ഷണം, തെറ്റ് എൻ്റേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യഭാമ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് ഭക്ഷണം അങ്ങ് വാരി കൊടുക്കുന്നു, വിഷ്ണു അങ്ങ് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം സത്യഭാമ ഓർക്കുന്നുണ്ട്, മുമ്പ് വീട്ടിൽ വെച്ച് പ്രീതിക്കും വിഷ്ണുവിനും കൂടി ഭക്ഷണം ഇങ്ങനെ വാരി കൊടുക്കുന്നു, അവർ സ്നേഹത്തോടെ കഴിക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ ഭാമയ്ക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് ഭാമ ആ ഭക്ഷണവുമായിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനിയോട് ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനായി ഇങ്ങനെ സ്നേഹിക്കുന്നതെന്ന്. അന്നേരം ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ എന്നിങ്ങനെ ശാലിനി സങ്കടത്തോടെ പറയുകയാണ്. അന്നേരം മരണത്തിന് പോലും എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചിട്ടേ മരണത്തിന്, അപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും, നമ്മൾ ഒന്നിച്ചിട്ട് മാത്രമേ മരണത്തിനും കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ, എനിക്ക് വേണം വിഷ്ണുവേട്ടനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി വിഷ്ണുവും തമ്മിൽ ഇങ്ങനെ കണ്ണിൽ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം താൻ ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം എനിക്ക് കഴിക്കാനായിട്ട് ഒരുപാട് സമയമുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം വീണ്ടും ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം എടുത്ത് ശാലിനിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അന്നേരം ശാലിനിക്ക് സന്തോഷവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാരി കൊടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ആണെങ്കിൽ ആ ശാലിനിയുടെ തലയിലെ മുറിവ് ശ്രദ്ധിക്കുമ്പോൾ അതിലിങ്ങനെ തലോടുകയാണ്. എന്നിട്ട് ശ്രദ്ധിക്കണം, എനിക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിൽ ഇടയിൽ തൻ്റെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ശാലിനിയും തിരിച്ചു പറയുകയാണ്, മനസ്സ് തളരരുത്, തകരുകയും ചെയ്യരുത്, ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി നമ്മൾ നീന്തി കടന്നിട്ടുള്ളതല്ലേ, അപ്പോൾ ഇതും നമ്മൾ നീന്തി കടക്കുക തന്നെ ചെയ്യും, ഒരിക്കലും തളരാനായിട്ട് പാടില്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കിയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ ആ കയ്യിലേക്ക് ശാലിനി ഇങ്ങനെ കൊരുത്ത് പിടിക്കുന്നുണ്ട്, ആശ്വാസം കൊടുക്കുന്നു എന്ന പോലെ. തുടർന്ന് ഭക്ഷണം അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിക്കുകയാണ്. ഇതേസമയം സത്യഭാമ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ, എന്നിട്ട് പറയുകയാണ്, അവൻ എന്നെ ഒഴിവാക്കാൻ വേണ്ടി വിശപ്പില്ല എന്ന് കള്ളം പറഞ്ഞത് തന്നെയാണ്, അവന് വിശപ്പുണ്ടായിരുന്നു, എൻ്റെ മകൻ എന്നിൽ നിന്നും അകന്നു, ഞാൻ തന്നെയാണ് അകറ്റിയത്, എൻ്റെ അഹങ്കാരവും ദുർവാശിയും എനിക്ക് മാത്രമായിട്ട് വേണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ തെറ്റാണതിൽ, എനിക്ക് ആ തെറ്റ് മനസ്സിലായി, പക്ഷേ എൻ്റെ മകനെ എനിക്ക് വേണം, നിൻ്റെ അമ്മയാണ് ഞാൻ, പ്രസവിച്ച അമ്മയാണ് ഞാൻ, അതിനേക്കാൾ വലിയ സത്യമൊന്നുമില്ല, പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ട് തന്നെയാണ് എൻ്റെ മകൻ എന്നിൽ നിന്നും അകന്നു പോയത് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ അവിടെ നിന്ന് കരയുന്നുണ്ട്. അന്നേരം സത്യഭാമയ്ക്ക് ബോധ്യമാവുന്നുണ്ട്, വിഷ്ണുവിടെ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കിയതാണ്, വിഷ്ണുവിന് വിശപ്പുണ്ടായിരുന്നു, ശാലിനി നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് കാണുമ്പോൾ അവിടെ തൻ്റെ തെറ്റ് അവിടെ സത്യഭാമയ്ക്ക് ബോധ്യമാകുന്നുണ്ട്, ഏറെ സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം സത്യയും പപ്പിയും കൂടി അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അന്നേരം പപ്പിയും ഒരുപാട് പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ സത്യ ചോദിക്കുന്നുണ്ട്, പപ്പി ഇപ്പോൾ ശാരദാമ്മയെ പോലെയാണല്ലോ, എന്താ പ്രാർത്ഥിക്കുന്നത്. അന്നേരം വിഷ്ണുവച്ചന് വേണ്ടിയിട്ടാണ്, കാർത്തിക് ആൻറ്റിയെ കൊന്നത് വിഷ്ണുവച്ചൻ അല്ല എന്ന് കോടതിക്ക് ബോധ്യമായാൽ മാത്രമേ വിഷ്ണുവച്ചനെ വെറുതെ വിടൂ എന്ന് പറയുകയാണ്. അന്നേരം അതിനിപ്പോൾ എന്താ ചെയ്യുക, ബിഗ് ഫ്രണ്ടിനെ കാണാഞ്ഞിട്ട് എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. അന്നേരം ഈ അമ്പലത്തിൽ ദൈവം വിളിച്ച വിളിപ്പുറത്താണ്, പ്രാർത്ഥിച്ചാൽ അതുപോലെയൊക്കെ നടക്കും എന്ന് പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് സത്യം പറയുകയാണ്. അന്നേരം
അന്നേരം വെറുതെ പ്രാർത്ഥിച്ചാൽ പോലെ ഇവിടെ ചില വഴിപാടുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇത്തിരി പ്രയാസമുള്ളതാണെന്ന് പറയുമ്പോൾ ബിഗ് ഫ്രണ്ടിന് വേണ്ടിയിട്ടല്ലേ, എന്ത് പ്രയാസമുള്ളതായാലും നമുക്കൊരു കൈ നോക്കാമെന്ന് സത്യം പറയുകയാണ്. അന്നേരം അതെന്താണെന്ന് ഇപ്പോൾ അറിയണമല്ലോ, നമുക്ക് ആരോടെങ്കിലും ചോദിക്കാമെന്നും പറഞ്ഞ് ഇവരിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ ഒരു സ്വാമി അതിലേ പോകുന്നുണ്ട്. അന്നേരം സ്വാമി ഒന്ന് നിൽക്കും, ഒരു കാര്യം ചോദിക്കാനാണെന്ന് പറയുമ്പോൾ എന്താ മക്കളെയും ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാനാണെന്ന് പറയുമ്പോൾ ആഹാ കൊള്ളാമല്ലോ, മിടുക്കികളാണല്ലോ, ഈ പ്രായത്തിൽ തന്നെ ക്ഷേത്രത്തെക്കുറിച്ച് അറിയണമല്ലേ, മനസ്സ് നിറഞ്ഞു, എന്താ മക്കൾക്ക് അറിയേണ്ടതെന്നിങ്ങനെ ഈ സ്വാമി ചോദിക്കുന്നുണ്ട്. അന്നേരം മനസ്സിലുള്ള കാര്യം സാധിക്കാൻ വേണ്ടി എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ്. അന്നേരം പിന്നെ വഴിപാട് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ അത് സാധിക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ മഹാദേവനാണ്. അപ്പോൾ മഹാദേവന് ഏറ്റവും ഇഷ്ടമുള്ള വഴിപാട് ധാരയാണ്. 108 തവണ ഓം നമഃശിവായ എന്ന മന്ത്രം ഉരുവിട്ട് വെള്ളം ശിരസിലേക്ക് ജലം ഒഴിക്കണം. അപ്പോൾ എത്രത്തോളം ശക്തിയായിട്ട് മന്ത്രം ഉരുവിടുന്നോ അത്രയും വേഗത്തിൽ നമ്മുടെ ആഗ്രഹം സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അന്നേരം ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവച്ചന് വേണ്ടിയിട്ടാണെന്ന് പപ്പി പറയുന്നുണ്ട്. അന്നേരം ആഹാ അച്ഛന് വേണ്ടിയിട്ടാണോ, അപ്പോൾ മക്കൾ തന്നെയാണ് ചെയ്യേണ്ടത്, മക്കൾ ചെയ്താൽ പെട്ടെന്ന് ആഗ്രഹം സാധിക്കും എന്നിങ്ങനെ പറഞ്ഞ് സ്വാമി അങ്ങ് പോകുന്നുണ്ട്. അന്നേരം പപ്പി പറയുകയാണ് വിഷ്ണുവച്ചൻ എന്നാണ് പറഞ്ഞത്, പക്ഷേ അച്ഛൻ എന്നാണ് സ്വാമി കേട്ടതെന്ന്. അന്നേരം അത് സാരമില്ല, നമുക്ക് എന്തായാലും ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഈ കുട്ടികളെ വഴിപാട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതേസമയം തിരികെ കാറിലേക്ക് വീട്ടിൽ പോകുന്ന ഭാമയാണെങ്കിൽ ആകെ സങ്കടത്തിലാണ്. വിഷ്ണു പറഞ്ഞതും നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞതോർത്ത് ഭാമ ഒരുപാട് വിഷമിക്കുകയാണ്. അന്നേരം അവിടെ കണ്ടത് എൻ്റെ മകൻ വിഷ്ണുവിനെ അല്ല വേറെ ആരെയോ ആണ്. അമ്മയെന്ന് ഉള്ള സ്നേഹത്തോടെയുള്ള അവൻ്റെ വിളി, ചെറുപ്പത്തിലുള്ള വിളി അവനിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. അവനെ അകറ്റിയ ഞാൻ തന്നെയാണ്, എൻ്റെ അഹങ്കാരം തന്നെയാണ്. കാർത്തിക അവനായിട്ട് കൊണ്ടുവന്ന പെണ്ണല്ലേ, പക്ഷേ എല്ലാ കുറ്റത്തിനും ഇപ്പോൾ കാരണക്കാരി ഞാനായിരിക്കുകയാണ്. കേസും കോടതിയും ഒക്കെ ഉണ്ടായത് ഈ അമ്മ കാരണമാണ്. പക്ഷേ എൻ്റെ മകനെ അങ്ങ് വിട്ടുകളയാനായിട്ട് എനിക്ക് പറ്റില്ലല്ലോ. അമ്മയെന്ന് വിളിക്കുന്ന, അമ്മയെ സ്നേഹിക്കുന്ന മകനായിട്ട് എൻ്റെ വിഷ്ണുവിനെ തിരികെ തരിക തന്നെ വേണം. അതുകൊണ്ട് അതിന് വേണ്ടി ഈ കാരാഗ്രഹത്തിൽ നിന്നും അവനെ രക്ഷിക്കുക തന്നെ വേണം, അല്ലാതെ ഒന്നും പറ്റില്ല. എൻ്റെ മകനായിട്ട് അവൻ വേണമെന്നുള്ള ഈ അമ്മയുടെ അടങ്ങാത്ത ആഗ്രഹമാണ്. അതുകൊണ്ട് അവനെ ഞാൻ രക്ഷിക്കുക തന്നെ ചെയ്യും. ഒരു ഇരുമ്പ് കൂട്ടിലും അധികകാലം അവനെ ഞാൻ കിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ തീരുമാനിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും എൻ്റെ കുഞ്ഞ്, എൻ്റെ മോൻ, എൻ്റെ വിഷ്ണു എങ്ങനെ ആയിപ്പോയല്ലോ, മാറിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭാമ അങ്ങോട്ട് സങ്കടപ്പെടുകയാണ്. അതിനി എന്താ വേണ്ടതെന്നൊക്കെ ഭാമ ആലോചിക്കുന്നുണ്ട്. ഇതേസമയം ശാലിനിയാണെങ്കിൽ ഫോറൻസിക് ലാബിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ഒരു വിനോദ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുകയാണ്. അന്നേരം ആ കത്തിക്കരിഞ്ഞ മൃതദേഹത്തിൽ നിന്നും എന്തെങ്കിലും തെളിവായിട്ട് ഹാജരാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പണി അറിയാവുന്ന ആരോ ആളാണ് ചെയ്തിരിക്കുന്നത്, ബോഡി പൂർണ്ണമായും കത്തിക്കരിഞ്ഞു, പെട്രോളും വേറെന്തോ ഒരു ദ്രാവകവും ചേർന്നാണ് കത്തിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തെളിവൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം കേസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടതാണ്, പിന്നെ അത് ഒരു പെൺകുട്ടിയുടേതാണ് എന്നുള്ളത് ഉറപ്പാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ ഒരു പോസിബിലിറ്റിയും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഡോക്ടറുമായിട്ട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ സർജനുമായിട്ട് എനിക്ക് സംസാരിക്കണമെന്ന് ശാലിനി പറയുന്നുണ്ട്. രാമേട്ടൻ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഈ സമയത്ത് ലാബിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത്. അതേസമയം ഡോക്ടർ അങ്ങോട്ടത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഇത് കളക്ടറാണ് ശാലിനി മാഡം എന്ന് പറഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥൻ ശാലിനിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അന്നേരം ഇതേ കാര്യം തന്നെ ഡോക്ടറോടും ചോദിക്കുകയാണ്. അന്നേരം എല്ലാം കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നു, അതുകൊണ്ട് DNA സാധ്യമായതൊന്നും ലഭിച്ചിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം വേറെ ഒരു കേസിന് തെളിവായിട്ട് ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പോർട്ട് പെട്ടെന്ന് കിട്ടിയെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം എന്നെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം, ഈ വിനോദുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഡോക്ടർ അങ്ങ് പോവുകയാണ്. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥൻ, ഫോറൻസിക് ലാബിലെ ഉദ്യോഗസ്ഥൻ വിനോദിനോട് വീണ്ടും ശാലിനി ചോദിക്കുന്നുണ്ട്, ഒരു കാറിലല്ലേ ഇത് കത്തിക്കരിഞ്ഞ് കിടന്നത്, ആ കാറിൻ്റെ ഡീറ്റെയിൽസ് വേണമായിരുന്നു പറയുമ്പോൾ അത് ഞാൻ എത്തിച്ച് തരാമെന്ന് പറയുന്നുണ്ട്. എന്നെക്കൊണ്ടാവുന്ന എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് അവിടെ വിനോദ് ശാലിനിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ഇതേസമയം വസുമതിയാണെങ്കിൽ, അർജുൻ്റെ അമ്മ വസുമതിയാണെങ്കിൽ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്നത് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അമ്പലത്തിലേക്കാണ് വരുന്നത് കാണിക്കുന്നത്. അമ്പലത്തിലേക്ക് ഇറങ്ങി അകത്തേക്ക് പോകുന്നതേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷമാണെങ്കിൽ കുട്ടികൾ അമ്പലത്തിലെ ധാര വഴിപാട് ചെയ്യുകയാണ്. രണ്ടുപേരും ഓരോ കുടങ്ങളിലായിട്ട് അമ്പലക്കുളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ശിവലിംഗത്തിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടുപേരും. പപ്പി പ്രാർത്ഥിക്കുന്നുണ്ട്, വിഷ്ണുവച്ചനെ എത്രയും പെട്ടെന്ന് രക്ഷിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരണേ, എത്ര പ്രാവശ്യം വേണമെങ്കിലും വഴിപാട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പപ്പി പ്രാർത്ഥിക്കുന്നു. അതേപോലെ സത്യയും പ്രാർത്ഥിക്കുകയാണ്, ബിഗ് ഫ്രണ്ടിനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമേ, എത്ര നേരം വേണമെങ്കിലും ഈ വഴിപാട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഇനിയും ഒഴിക്കണോ സത്യം എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ്. അന്നേരം അത്രയും പുണ്യം വിഷ്ണുവച്ചന് കിട്ടുമല്ലോ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് കുളത്തിൽ പോയി വെള്ളം കുടത്തിൽ കൊണ്ടുവന്ന് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അന്നേരം ഈ സ്വാമിയാണെങ്കിൽ, നേരത്തെ പറഞ്ഞു കൊടുത്ത സ്വാമിയാണെങ്കിൽ ഇതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം വേറൊരാളും ചോദിക്കുന്നുണ്ട്, സ്വാമി എന്താ എത്ര കാര്യമായിട്ട് നോക്കുന്നതെന്ന്. അന്നേരം പറയുകയാണ്, ഇതേ നോക്കിക്ക്, ആ കുഞ്ഞുങ്ങൾ എത്ര പ്രായമുണ്ട്, ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അച്ഛൻ ഏതോ ഒരു ആപത്തിൽ പെട്ടിരിക്കുകയാണ്, അച്ഛന് വേണ്ടി കുഞ്ഞുങ്ങൾ വഴിപാട് ചെയ്യുകയാണ്
ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ കൂടെ നോക്കിക്കൊണ്ട് നിന്ന ആൾ പറയുന്നുണ്ട്, എനിക്കും ഉണ്ട് 3 ആൺമക്കളാണ്, പക്ഷേ എന്തെങ്കിലും ആവശ്യം വന്നാൽ വല്ലവരുടെയും മുമ്പിൽ കൈനീട്ട് തന്നെ വേണം, എന്തായാലും ആ കുട്ടികളുടെ അച്ഛൻ ഭാഗ്യമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോവുകയാണ്. അന്നേരം ഈ സ്വാമിയും അതിനു മുന്നേ അയാൾ ചോദിക്കുന്നുണ്ട്, കുട്ടികളുടെ അച്ഛൻ എന്താപത്താണ് പറ്റിയിരിക്കുന്നത്? അന്നേരം അതെനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല, അത് അവരോട് തന്നെ ചോദിക്കണമെന്ന് സ്വാമി പറയുകയാണ്. അന്നേരം ഈ സ്വാമിയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ആ കുട്ടികളുടെ അച്ഛൻ ഏത് ആപത്തിൽ നിന്നായാലും രക്ഷിച്ച് ആ കുട്ടികളുടെ അടുത്ത് തന്നെ കൊണ്ടെത്തിക്കണം, ഇത് എൻ്റെയും കൂടി പ്രാർത്ഥനയാണ് സർവേശ്വര എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതേസമയം കുട്ടികൾ വീണ്ടും അങ്ങ് വഴിപാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വസുമതിയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സത്യഭാമ ഇനി അമ്പലത്തിലേക്ക് വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. റീമേക്കിലാണെങ്കിൽ സത്യഭാമ ഇന്ന് ഭിക്ഷയൊക്കെ എടുക്കും, അതിനുശേഷം സത്യഭാമ അവിടെ ബോധം കെട്ടൊക്കെ വീഴും, വസുമതി കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇനി വിഷ്ണുവിനെ കേസിൽ നിന്നും രക്ഷിക്കാനായിട്ട് അർജുനാണ് എത്തുന്നത്. അപ്പോൾ ഇനി പ്രീതിയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും സുസ്മിതയുടെ വരവൊക്കെ ഉടനെ ഉണ്ട്. അപ്പോൾ പഴയ ആൾക്കാരൊക്കെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി വിശേഷങ്ങൾ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്